ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഒരു വീഡിയോ കാണിക്കാം. നമ്മളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് എനിക്കൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പൊ ഈ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് അഭിപ്രായം പറയാം. ഓക്കെ? എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ചില ആളുകൾ പൊന്തിയിട്ട് തലകുത്തി പിന്നെയും പറയും. കാരണം ഒരു നിഅമത്തുണ്ടായ 10 ആളോട് പറയാതെ ഒരാൾക്ക് സമാധാനം കിട്ടൂല. ഒരു നിഅമത്തുള്ള ആരോട് പറയരുത്. എൻ്റെ പെണ്ണുങ്ങളോട് വരച്ച് പറയണ്ട. കാരണം പെണ്ണുങ്ങളത് ഓളാട്ടത്തിനോട് പറയും. കാക്കാക്ക് വെച്ചടി കേറ്റാ, ഓ കഴിഞ്ഞ് ഇത് പറയണ്ട. ഇനി റസൂലുള്ളാഹിന്റെ ഹദീസും കൂടി പറയാം. ഇസ്തഈനു അലാ ഇൻജാഹിൽ ഹവായിജി, കാര്യങ്ങൾ ഭംഗിയായി ആവശ്യങ്ങൾ നിർവഹിച്ച് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ സഹായം തേടുക ബിത് കിത്മാനിഹ, നിങ്ങളുടെ നേട്ടങ്ങൾ മറച്ചു പിടിക്കൽ കൊണ്ടായിരിക്കണം. നിങ്ങളെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ നിങ്ങളെ നിഅമത്തുകൾ നിങ്ങൾ മറച്ചു പിടിക്കണം. അപ്പം നിങ്ങൾക്ക് ഒരു നിഅമത്ത് കിട്ടിയാൽ നിങ്ങളത് നാട്ടുകാരോട് ആകെ ഓതണ്ട. ഇതൊരു പ്രത്യേക കാലാണ്. മനുഷ്യന്മാർക്ക് ഇന്ന് എന്താണ് കണ്ണുകടി. നിഅമത്തുണ്ടെങ്കിൽ പിറകിൽ ആരും വരും. പറ, നിഅമത്തുണ്ടെങ്കിൽ പുറകിൽ ആര് വരും? അസൂയക്കാർ വരും. ഉടൻ അസൂയക്കാർ വരും. മനസ്സിലായില്ലേ? നമ്മള് അത് ഓർക്കുന്നില്ല പലരും. നമ്മളെ നിഅമത്ത്, നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള നിഅമത്ത്, സൗഭാഗ്യം, അനുഗ്രഹം, അതൊക്കെ സ്റ്റാറ്റസ് ആയി ഇടാൻ വെമ്പി നടക്കുന്നവരാണ്. അതുപോലെ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും സോഷ്യൽ മീഡിയയിലൊക്കെ അത് നിറഞ്ഞാടിക്കൊണ്ടിരിക്കും. നല്ലവരുണ്ടാവും, ചീത്തവരുണ്ടാവും, എല്ലാ ടീമും കാണുന്നവരുണ്ടാവും. ഏത് ആൾക്കാർ കാണുകയാണെങ്കിലും എന്താ അല്ലേ അവളൊരു ഭാഗ്യം, അല്ലെങ്കിൽ അവന്റെ ഒരു ഭാഗ്യം, എന്താ അല്ലേ ഞമ്മക്കൊന്നും കിട്ടിയില്ല. ഇങ്ങനെ നല്ല വാക്ക് മാത്രം പറഞ്ഞാൽ മതി. ഇങ്ങനെ നല്ല വാക്ക് മാത്രം പറഞ്ഞാൽ മതി പറ്റും. പിന്നെ നമ്മള് കയറാത്ത ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. നമ്മൾ എവിടുന്നാണ് നമുക്ക് ഈ നഷ്ടം വന്നത് നമുക്ക് പിടുത്തം കിട്ടില്ല. നയിക്കുന്നുണ്ടാവും, നേരം പോലത്തെ അന്ത്യ അവൾ നയിക്കുന്നുണ്ടാവും, കിട്ടുന്നുണ്ടാവും ഒരുപാട്. ആ വൈക്കക്കൂടി ഈ വൈക്കക്കൂടിയൊക്കെ നമ്മൾ പരക്കം പറഞ്ഞ് അധ്വാനിച്ചെടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേങ്കിൽ നമുക്ക് തികയൂല. നമ്മൾ ചോദിക്കും, ഇത്രയൊക്കെ ഞാൻ നയിച്ചിട്ടും എവിടേക്കിപ്പോ ഇതൊക്കെ പോയത്, എങ്ങനെയായത്? എന്നിട്ട് നമുക്ക് കടം ബാക്കി, പിന്നെ നമ്മൾ കൊടുക്കാനുള്ളത് ബാധ്യതകൾ ബാക്കിയായി എന്നുള്ള ഒരു ഇത് നമുക്ക് തോന്നുന്നത്, അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇതൊന്നും വെറുതെ പോകുന്ന കാര്യമൊന്നുമല്ല, ഇതൊക്കെ ശരിക്കുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മുത്തുനബി പറഞ്ഞിട്ടുള്ളതും നമ്മൾ കാരണന്മാര് പറയുന്നതും അതുകൊണ്ടാണ്. ഇതൊന്നും ആൾക്കാരെ അറിയിക്കരുത് കേട്ടോ, ആരും അറിയണ്ട കേട്ടോ, രഹസ്യക്ക് വെക്കട്ടോ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് ശരിക്കും അതൊരു അതിന്റെ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഏതൊരു കാര്യം നിങ്ങൾ രഹസ്യക്ക് വെച്ച് നോക്കുക, അത് നല്ല രീതിയിൽ പോകും. എന്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് ഒരു ആളോടെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞു പോയാൽ കഴിഞ്ഞ് അവിടെ പോയി, അവിടെ കഴിഞ്ഞ്. അത് എന്ത് കാര്യമായാലും, വീട്ടിലെ കാര്യമായാലും വേറെ എന്തെങ്കിലും, പ്രത്യേകിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിൽ വല്ലതും ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും കുറച്ച് ആൾക്കാരെ എന്റെ കാണുന്നുള്ളൂ. ഈ കുറച്ച് ആൾക്കാരുടെ മെയിന് നല്ല വശങ്ങളുണ്ട്. ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനല്ല പറയുന്നത്, അല്ലാതെ ഞാൻ അറിയുന്ന കുറച്ച് വശങ്ങളുണ്ട്. അത് ലേശമുള്ളൂ, പക്ഷെ ലോക വശമാണ്. അപ്പൊ അതിന്റെ നാക്കുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. ആ നാക്ക് കൊണ്ട് സ്ട്രോങ് ആയിട്ട് പറയുന്നത് മാത്രമല്ല, അത് പ്രവർത്തിക്കുന്നുമുണ്ട്. അത് ചിലർക്ക് എന്നെ പറ്റി മനസ്സിലാവും. കുറച്ച് ആൾക്കാർ എന്റെ പേഴ്സണലി അറിയുന്നവരുണ്ട്, അവർക്കത് മനസ്സിലാവും. അവരതിന് തക്കതായ സംഭവങ്ങൾ അവിടെ ചെയ്തു വെക്കും. നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കും. അനുഭവം എന്ന് പറഞ്ഞാല് ഫാമിലി മൊത്തം ഉണ്ടാവും. ഞാനും എന്റെ മക്കളും നല്ല അനുഭവിക്കും. എന്നാൽ ഹോസ്പിറ്റൽ മൊത്തം കയറും. എന്താണ് ഏതാണെന്നൊന്നും നമുക്ക് പറയാൻ തന്നെ പറ്റാത്തൊരു അവസ്ഥയിൽ നമ്മൾ അത് ആക്കിയിടും. അങ്ങനത്തെ ഒരു അവസ്ഥ പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ നിർത്തിയിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് തന്നെയാണ്, ഒരു പക്ഷേങ്കിലും നമ്മൾ വിചാരിക്കും അസുഖമാണോ എന്ന്. ചിലർ ഇതൊന്നും അറിയാത്ത നിഷ്കളങ്കരുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നു. എന്റെ ആദ്യ വിവാഹം കഴിഞ്ഞപ്പോ ഞാൻ പോയി പെട്ടത് അങ്ങനത്തെ ഒരു മടയിലായിരുന്നു. പക്ഷെ എനിക്കതൊന്നും അറിയില്ലായിരുന്നു, എങ്ങനെയാണ് എന്താണ് ഏതാണെന്നൊന്നും. ഇതിനെപ്പറ്റി എന്നല്ല ഒന്നും എനിക്ക് അറിയാത്തൊരു കാലഘട്ടം. സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് പോകുന്നതാണ്. വീട്ടില് വേറെ ആരുമില്ല, എളാപ്പ മുത്താപ്പ മക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്നുമില്ല. ഞാൻ മൂത്ത മകള്, പേരക്കുട്ടിയായിട്ടും ഒക്കെ വല്യമ്മമാരെ ഒരു ഇതായിട്ട് ഇങ്ങനെ ഓമനപുത്രിയായിട്ടും നമ്മളെ കല്യാണം കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് നേരെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന് വീട്ടിൽ. അങ്ങനെയുണ്ട് അവരൊക്കെ ആയിട്ട് എങ്ങനെ ഇടപഴകണം ഏതെന്ന് ഒന്നും നമുക്ക് അറിയാത്തൊരു കാലഘട്ടം. പിന്നെ അങ്ങനെ അതിലൂടെ
നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും നമുക്ക് മക്കളാവുന്നു, കുട്ടികളാവുന്നു, ബാധ്യതകളാവുന്നു, പിന്നെ ഭർത്താവ് ഇങ്ങനത്തെ ഒരാളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതന്നെ മാസങ്ങൾക്ക് ശേഷം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷന് ഉള്ള ജീവിതത്തിൽ അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അള്ളാഹു മാത്രം, ആ ഒരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ എന്റെ പറയുമ്പോ എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ജലർസ്, അള്ളാഹുസ്ലാത്ത്, നൂറുലിമാന് അങ്ങനെ ഖുർആൻ ഓർത്ത് കഴിഞ്ഞതിന് ശേഷം സ്ഥിരം പതിവാക്കിയിരുന്നു. ഹദാദ് റാത്തിബ് ഒക്കെ സ്ഥിരം പതിവാക്കിയിരുന്നു. അതൊക്കെ കഴിഞ്ഞാലൊക്കെ ഒരു സുഖം ഉണ്ടാവുള്ളൂ മനസ്സിൽ. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ നമ്മൾ മോഡലിൽ പോയിട്ടുണ്ട്, നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്, മോഡലിലൊക്കെ പോയിട്ടുണ്ട്. അത് ആ പ്രായത്തിൽ നമ്മൾ സീരിയസ് മനസ്സിലാക്കാത്ത പ്രായം, മനസ്സിലായില്ലേ? സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് പോകുന്നല്ലേ. അപ്പൊ അതിനൊക്കെ ഒരുപാട് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മളത് അറിയാതെ ഹോസ്പിറ്റൽ പോലെ പോയിട്ടുണ്ട്. പ്രശ്നങ്ങൾ പലതും നടന്നിട്ടുണ്ട്. മരണം മാത്രം മുഖാമുഖം കണ്ടിട്ടുണ്ട്. മരിക്കണം എന്ന് മാത്രമുള്ള ചിന്തയുള്ള എത്രയോ വർഷങ്ങളിന്റെ മുന്നിൽ കടന്നു പോയിട്ടുണ്ട് പല സമയത്തും. പക്ഷെ ഈ എല്ലാം ചെല്ലുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അത് ചെയ്തു വെച്ചത് കൊണ്ടോ അള്ളാന്റെ ഒരു കാവൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. അങ്ങനെ ഇവിടം വരെ അൽഹംദുലില്ലാ, റബ്ബിന് സ്തുതി, ഇവിടം വരെ നമുക്ക് ജീവന് തന്നു. ഒരു ആപത്തും അപകടവും ഒന്നും കൂടാതെ എല്ലാ ആപത്തിൽ നിന്നും അള്ളാഹു കയറ്റി നമ്മളെ രക്ഷിച്ച്. അപ്പം ആ ഒരു ഇതിൽ പിന്നീടാണ് എനിക്ക് പലരും പല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതും നമുക്ക് അറിവുകൾ പല രീതിയിൽ കൂടി കിട്ടുന്നതും ഒക്കെ. അപ്പൊ അതിൽ കൂടെ എനിക്ക് മനസ്സിലായ ഒരു സത്യമാണ്, ഇന്ന് ഞാൻ ഒന്നുമില്ലാത്തവളായിട്ട് അവിടെ നിന്ന് എന്നെ ഇറക്കി വിടുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഉദ്ദേശിക്കാം. ഏറ്റവും ഇളയ മരുമകളായിട്ട് നിൽക്കുന്ന ഞാൻ അവിടെ വന്നിട്ടുള്ള അവസ്ഥയിൽ എല്ലാവർക്കും എല്ലാം ആയി. പക്ഷെ എനിക്ക് അന്നും ഇന്നും റോഡാണ് ആധാരം. റോട്ടിലാണ് 10-36 കൊല്ലമായിട്ട് വാടകയ്ക്ക്. ആർക്കും ഒരു സങ്കടമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. ഞാൻ ചെയ്ത തെറ്റാണോ? ഞാൻ ജനിച്ച് ഒരു വാപ്പാന മകളായിട്ട് ജനിച്ച് വളർന്ന് വന്ന് അവര് നമുക്ക് ഒരു വിവാഹം പറഞ്ഞു, നമ്മൾ അതിനനുസരിച്ച് പോയി. കല്യാണം അവരെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിവാഹത്തിലേക്ക് പോയി. കുറെ ഉണ്ട് പറയാൻ. അങ്ങനെ നമ്മൾ അനുഭവിച്ചു. വാപ്പാക്കും ഉത്തരവാദിത്തമില്ല, അവരും അതുപോലെ തന്നെ, ഇവരും അതുപോലെ തന്നെ അനുഭവിച്ചു നമ്മള്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന്റെ ഇടയിൽ ഒരുപാട് മൂത്തവരുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും ഇളയതായിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമുക്ക് തരാനുള്ളത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അനുഭവിച്ചും ചെയ്തു. പക്ഷെ ഇന്ന് സത്യം പറയാലോ, ഞാൻ വലിയ ആളായിട്ട് പറയല്ല, ഇന്ന് എനിക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല. മാനസികമായിട്ടൊക്കെ ഞാൻ സമാധാനമുള്ളവളാണ്. സാമ്പത്തികം വൈകി വരുന്നെങ്കിലും അൽഹംദുലില്ലാ കുഴപ്പമില്ല, അത്യാഗ്രഹമൊന്നുമില്ല. കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് റബ്ബ് അതിന്റെ സമയങ്ങളിൽ. ഇനി ഒരു വീടാവണമെന്നേ ഉള്ളൂ, അൽഹംദുലില്ലാ അതായിക്കോളും. അത്രേ ഉള്ളൂ. അതിന് നമ്മൾ ആക്രമണം പിടിച്ചിട്ട് ആരും ശല്യപ്പെടുത്താൻ പോകുന്നില്ല. ആർക്കും മുതലിന് അധികാരം ചോദിച്ചിട്ട് നമ്മൾ പോകുന്നില്ല. അറിയാലോ, ഇസ്ലാമില് ആദ്യമായിട്ട് യുദ്ധം നടന്നത് ബദർ യുദ്ധമാണ്. ഈ ബദർ യുദ്ധം നടന്നത് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? പോരാടിയത്. അപ്പം അത് ഇസ്ലാമിൽ നമുക്ക് അർഹതപ്പെട്ട മുതൽ നമുക്ക് ചോദിച്ചു വാങ്ങാനുള്ള അർഹത ഉണ്ട്, അധികാരം ഉണ്ട്. പക്ഷെ ഞാൻ അത് പോകുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പോകുന്നില്ല. തരുന്നവന് ഇവിടുന്ന് തരാൻ പറ്റിയില്ലെങ്കിൽ വാങ്ങേണ്ടവനും വാങ്ങി തരേണ്ടവനും നാളെ ഒരു കോടതിയുണ്ട്. ആ ഒരു കോടതിനെ പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, ഇത്രയും കാലങ്ങളിലൊക്കെ പല പ്രശ്നങ്ങളും വന്നതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പല ഘട്ടങ്ങൾ എന്റെ മുന്നിൽ വന്നു. പിന്നീടാണ് എനിക്കതൊക്കെ മനസ്സാവുന്നത്. അതെല്ലാം പിന്നീട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒളിച്ചു വെച്ചതിന്റെ പേരിൽ നമുക്ക് കുറച്ചുകൂടി കയറ്റി പോകാൻ പറ്റും. ഇപ്പൊ ഒരു യൂട്യൂബ് ചാനലാണെങ്കിലും ഞാൻ പബ്ലിക് ചെയ്യാറില്ല. എന്റെ മക്കളായാലും എന്റെ വീട്ടിലെ കാര്യങ്ങളായാലും രഹസ്യങ്ങളായാലും ഒന്നും പേടിയാണ്. എന്താ, അനുഭവമാണ് ഗുരു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കെയർ ചെയ്യാം. ഞാൻ ഇത്ര പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഇത്രയും പറയണം എന്ന് വിചാരിച്ചു വന്നതല്ല. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും കെയർ ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. കെയർ ചെയ്താൽ നമ്മുടെ കുടുംബം സന്തോഷത്തോടെ സമാധാനത്തോടെ പോകും.